ഇന്നേ ദിവസം അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഹോസ്പിറ്റൽ വിശേഷമാണ്. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാനിരിക്കുകയാണ്. ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് അത് കഴിഞ്ഞ് സ്കാനിങ്ങിന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സ്കാനിങ്ങിന് വേണ്ടി 2 സ്കാനിങ്ങിന് പറഞ്ഞിരിക്കുകയാണ്. സ്കാനിങ്ങിന് വേണ്ടി പൈസ അടച്ചിട്ട് അതിൻ്റെ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ടൈം തന്നിട്ടുണ്ട്, അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് തന്നെ ക്യാൻറ്റീൻ 2-3 ഉണ്ട്. അപ്പോൾ അവിടെ ക്യാൻറ്റീനിലോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതാണ്ട കറി ഹൗസ് എന്നും പറഞ്ഞൊരു കട ഉണ്ട്. കറി ഹൗസ് ഇതിനകത്തുള്ള സെറ്റപ്പ് ആണ്. ഇതാണ്ട കറി ഹൗസ് എന്നും പറഞ്ഞ് ഇത്. അപ്പോൾ അതിനകത്തോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറി ഹൗസ് ഇതാകണ്ട കറി ഹൗസ് ഇതിനകത്ത് പോയി. ഇത് സെറ്റപ്പാണ്, എല്ലാം ബൊഫേ സിസ്റ്റമാണ്. ഊണ് ബൊഫേ സിസ്റ്റമാണ്. ഭയങ്കര തിരക്കുമാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയതേ ഉള്ളൂ. ഞാൻ വാങ്ങിച്ചില്ലാണ്ട് 2 ഐറ്റം ചോറ്, ഒരു തോരൻ, എല്ലാം ബൊഫേ സിസ്റ്റമാണ്. സെറ്റപ്പ് പരിപാടിയാണ്. വേണ്ട ഇതെല്ലാം ഉണ്ട്. തോരൻ, തീയൽ, ഒരു രസം, പിന്നെ ഒരു മറ്റേ വറുവലല്ല മറ്റേ പൊരി പോലത്തെ സാധനം. ഇത്രയാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞാൽ വേറെ ഒരു പാത്രത്തിൽ കുറച്ച് ചമ്മന്തി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഉള്ളതെന്ന് വെച്ചാൽ കൊണ്ടാട്ട മുളകും അച്ചാറും. ഇത്രയാണ് ഉള്ളത്. ബൊഫേ ആണ്. എനിക്കെന്തോ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. നാടൻ ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പതുക്കെ വലിഞ്ഞ് നേരെ കിംസിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു തട്ടുകടയിലാണ് പോയത്. ഇതുണ്ട്, നേരെ പുറത്ത് പോയിട്ട് ഇവിടെ കടയിൽ ഊണും കപ്പയും കൂട്ടി. അതൊരു പ്രത്യേക വൈബാണല്ലേ. നാടൻ കടയിൽ കയറി കപ്പയും കൂട്ടി അവരുടെ സന്തോഷവും ചിരിയും എല്ലാം കണ്ട് ഒരു കപ്പയും ഊണും വാങ്ങിച്ചു. അതിൻ്റെ കൂടെ ഒരു ബീഫ് ഫ്രൈയും വാങ്ങിച്ചു. ഇതാണ് ഇന്നത്തെ വീഡിയോ. നാടൻ ഊണ് അത് നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴെല്ലാം ഈ തട്ടുകടകളിൽ നിന്ന് ഊണ് കഴിച്ച് അത് നമുക്ക് തട്ടുകടയിൽ കയറി കഴിക്കാനാണ് താല്പര്യം കൂടുതൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പയും കൂട്ടി ഊണ്. അതൊരു ശ്രീമതിക്കും വളരെ ഇഷ്ടപ്പെട്ട്. കറി എത്ര പ്രാവശ്യം വേണം ചോദിച്ചാൽ തരും. ഇത് കിംസിൻ്റെ നേരെ ഫ്രണ്ടിൽ തട്ടുകടയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റുകൾ പറയുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീഡിയോ കാണുന്നതിനും അഭിപ്രായം പറയുന്നതിനും നന്ദി. ഓക്കെ.